അപ്പോൾ ചങ്കുകളെ ചെങ്ങായിമാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവനെന്താ ഇന്ന് ഈ ഡ്രസ്സിലെന്ന്. പറയാം, ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ, വെള്ളിയാഴ്ച നമുക്ക് ലീവാണ്. അപ്പോൾ ജുമാക്ക് പോകുന്ന രംഗാണ് ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളും കൂടി നമ്മുടെ ആ മസ്ജിദും പരിസരം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത്, കഴിഞ്ഞ വീഡിയോയിൽ എന്നെ ഒരുപാട് മുത്തുമണികൾ സപ്പോർട്ട് ചെയ്തു, എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥന ഉൾപ്പെടുത്തി എന്ന് പറയുമ്പോൾ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം നിങ്ങളോട്. എനിക്കറിയാം എൻ്റെ വീഡിയോയിൽ അത്രമാത്രം ക്വാളിറ്റി ഒന്നുമില്ല, ഒരുപാട് കുറവുകളുണ്ടെന്നൊക്കെ എനിക്കറിയാം. എന്നാലും എന്നോട് എത്രമാത്രം സ്നേഹം കാണിച്ച എൻ്റെ ചങ്ക് സുഹൃത്തുക്കളോട് ഒരുപാട് സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്. അങ്ങനെ നമ്മുടെ ആ മസ്ജിദിലെത്തിട്ടോ. ആദ്യം ഞങ്ങൾ പോയിന്ന് വേറൊരു മസ്ജിദിലായിരുന്നു. ഇപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ കുറച്ചും കൂടി സന്തോഷം കിട്ടും ഈ മസ്ജിദിൽ. എന്ന് വെച്ചാൽ ആ ഒരു പരിസരം പ്രത്യേക വൈബാണ്. വൈബ് എന്നല്ലേ പറയാറ്? അതെ. അപ്പോൾ ഈ ഇറങ്ങുന്നത് ഞാൻ തന്നെയാണ്. ഒരു സ്ലോ മോഷൻ കയറ്റി കൊടുത്താൽ കിടക്കട്ടെ എൻ്റെ കൂട്ടുകാരന്, അവനും കൊടുത്ത് കുറച്ച് സ്ലോ മോഷൻ. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ മസ്ജിദിൻ്റെ അകത്തേക്ക് പോവുക കേട്ടോ. ഈ മസ്ജിദിൻ്റെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പാർക്ക് ചെയ്യാനൊക്കെ, ചുറ്റുഭാഗത്ത് പാർക്ക് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന ഷെഡ് ഉണ്ടോ, ഇത് പള്ളിയിലകത്ത് സ്ഥലം ഇല്ലാത്തത് കൊണ്ടൊന്നല്ല, പെട്ടെന്ന് നിസ്കരിച്ച് പെട്ടെന്ന് പോകണം, അതുപോലെ കാറ്റ് കൂടുതൽ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലുള്ള ആൾക്കാരാട്ടോ ഈ പുറത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പള്ളീൻ്റെ അകത്തിന് സാധാരണ ഇരിക്കാറ്. അങ്ങനെ പള്ളീൻ്റെ അകത്തേക്ക് കയറി നോക്കിയപ്പം നല്ല തിരക്കുണ്ട്. അങ്ങനെ ഞാനൊരു സ്ഥലം ഇങ്ങനെ വെല്ല തപ്പി നോക്കിയപ്പോൾ ഒരു സ്ഥലം കിട്ടി, അവിടെ ഇരുന്നു. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ പെട്ടി ഉണ്ടോ, ഈ സാധനം മടക്കി വെക്കാൻ വേറെ ആൾ ആവശ്യമായിട്ട് തിരിച്ചു കൊടുത്താൽ മതി, റിട്ടേൺ അങ്ങോട്ട് കയറിക്കോളും. അങ്ങനെ പുറത്തുള്ള കാഴ്ചയോട്ടെ ഈ കാണുന്നത്. അങ്ങനെ ഇവിടെ ഒരു യമനി ഡ്രൈ ഫ്രൂട്ട്സ് വിൽക്കുന്നുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് തന്നെയല്ലേ പറയാറ്. അങ്ങനെ അതിൻ്റെ അടുത്ത് കുറേ ബംഗാളികളുണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാനും പോയി തല എത്തി നോക്കിയിട്ട് ഞാനും തിരിച്ചിങ്ങനെ പോകുന്നൊന്നും വാങ്ങിയില്ല. അങ്ങനെ നോക്കിയപ്പോൾ അപ്പുറത്ത് കുറച്ച് ആൾക്കൂട്ടം കണ്ടു. ഒന്നുമില്ല, കുറച്ച് ഫ്രൂട്ട്സ് വിൽക്കുന്നൊരു ബംഗാളിയാണ്. എന്താണ് ഇത്ര തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വർഷാപ്പിൽ എല്ലാവരുടെ അടുത്തും വണ്ടി ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇതുപോലെ വെള്ളിയാഴ്ച പള്ളിയിൽ വരുമ്പോഴാണ് പച്ചക്കറിയും ഈ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാറ്. ലാഭമാണോ എന്ന് വെച്ചാൽ ലാഭം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ലല്ലോ. ഇത് നമ്മളുടെ സുഹൃത്ത് പാകിസ്ഥാനി കേട്ടോ. ഇവന് പച്ചക്കറി ബിസിനസ്സാണ്. ഇവന് ആഴ്ചയിലൊരു ദിവസം പള്ളീൻ്റെ അടുത്ത് വന്ന് ബിസിനസ് ചെയ്യും, ബാക്കിയുള്ള ദിവസം വർഷാപ്പിൽ വണ്ടിയിൽ കൊണ്ടുവന്ന് വിൽക്കും കേട്ടോ. അതുപോലെ തൊട്ടപ്പുറത്തൊരു സുഡാനി അത്തർ വിൽക്കുന്നുണ്ട്. വാങ്ങിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഞാനൊന്നും കാണുന്നില്ല, എല്ലാവരും സാമ്പിൾ ഇങ്ങനെ കയ്യിൽ തേച്ച് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നേരെ തിരിഞ്ഞ് നോക്കിയപ്പോൾ തൊട്ടപ്പുറത്തൊരു ബംഗാൾ ടീഷർട്ട് വിൽക്കുന്നുണ്ട്. ടീഷർട്ടും അതുപോലെ ട്രാക്ക് സൂട്ട് പാൻറ്റും. അത് 10 റിയാലേ ഉള്ളൂ. പക്ഷേ ടീഷർട്ട് വാങ്ങാൻ എന്താ മടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബംഗാളി ടീഷർട്ട് നല്ല ടൈറ്റ് ആണല്ലോ. നമ്മുടെ ഈ വയറൊക്കെ ഉള്ള ആൾക്കാർ കംപ്ലീറ്റ് വയറൊക്കെ പുറത്തേക്ക് എടുത്തുക. ഇനി എന്താ കാണിക്കാമെന്ന് വിചാരിച്ചാൽ പ്രത്യേകിച്ചൊന്നും കാണിക്കാറില്ല. പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്നവർക്കും മുൻ ജോലി ചെയ്തവർക്കൊക്കെ ഇതറിയാം. അവർക്കൊന്നും ഇത് പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നും അല്ലാന്ന് എനിക്കറിയാം. എന്നാലും നമ്മളെ സുഹൃത്തുക്കൾ ചില ആൾക്ക് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ അവർക്കൊന്ന് കാണിക്കാം എന്ന് വിചാരിച്ചാട്ടോ. വീണ്ടും ഞാൻ സ്ലോ മോഷൻ എടുത്തിട്ടുണ്ട്. ഒന്നും വിചാരിക്കണ്ട, വെറുതെ രസമല്ലേ, കിടക്കട്ടെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു നമ്മൾ നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടിയിലേക്ക് കേട്ടോ. ഫ്രീ ആണെങ്കിലും കയറുന്നത് കണ്ടാൽ വിചാരിക്കും സ്വന്തം വണ്ടിയാണെന്ന്. അങ്ങനെയൊന്നല്ല. ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം.